ലയോ 14 പാപ്പ എന്തുകൊണ്ട് ബ്ലൂ മോസ്കിൽ പ്രാർത്ഥിക്കാനുള്ള ക്ഷണം നിരസിച്ചു എന്ന തലക്കെട്ടോടെ സീറോ മലബാർ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ഹോളി സി പ്രസ് ഓഫീസ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്, പോപ്പ് ഈ സന്ദർശനം അനുഭവിച്ചത് ആഴമായ ആദരവോടെ, സ്ഥലത്തോടും അവിടെ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്നവരുടെ വിശ്വാസത്തോടുമുള്ള വലിയ ബഹുമാനത്തോടെ, നിശ്ശബ്ദമായും ധ്യാനാത്മകതയോടെയും ശ്രദ്ധയോടെയുമായിരുന്നു. പാപ്പയുടെ സന്ദർശന ലക്ഷ്യം മസ്ജിദ് കാണണം, മസ്ജിദിന്റെ അന്തരീക്ഷം അനുഭവിക്കണം എന്നതായിരുന്നു എന്നാണ്. പ്രാർത്ഥിക്കാനുള്ള വിസമ്മതത്തിന് വത്തിക്കാൻ ഒരു ഔപചാരിക ദൈവശാസ്ത്രപരമായോ ബൈബിൾ അധിഷ്ഠിതമായോ ഉള്ള വിശദീകരണം നൽകിയില്ലെങ്കിലും പാപ്പയുടെ ഈ നടപടി മതങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ചുള്ള കത്തോലിക്കാ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. മാർപ്പാപ്പ ഒരു മസ്ജിദിൽ ഔപചാരികമായ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് അസാധാരണമായ ഒരു ദൈവശാസ്ത്രപരമായ അനുഷ്ഠാനമായിരിക്കും. കത്തോലിക്കാ സഭ ഏകദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസമായി ഇസ്ലാം മതത്തെ ആദരിക്കുന്നുണ്ടെങ്കിലും കത്തോലിക്കാ പ്രാർത്ഥന അടിസ്ഥാനപരമായി പരിശുദ്ധ ത്രിത്വത്തിലും യേശുക്രിസ്തുവിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ തത്വം ഇസ്ലാമിക പ്രാർത്ഥനയിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 14:6 പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ഔപചാരികമായ മുസ്ലിം പ്രാർത്ഥന ക്രിസ്തുവിലൂടെയോ ത്രിത്വത്തോടോ ഉള്ളതല്ല. കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ അത്തരമൊരു ചുറ്റുപാടിൽ നിശബ്ദമായതോ ഔപചാരികമായതോ ആയ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത് ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് ക്രിസ്തുശാസ്ത്രപരമായുള്ള അതുല്യമായ ആവശ്യകതയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതായി വ്യാഖ്യാനിക്കപ്പെടാം. ചരിത്രപരമായി കമ്മ്യൂണിക്കേഷ്യ ഇൻ സാക്രിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണത്. ചുരുക്കത്തിൽ, പ്രാർത്ഥന നിരസിച്ചത് ഇസ്ലാമിക ആരാധനാലയത്തോടും അവിടുത്തെ വിശ്വാസികളോടും അഗാധമായ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ കത്തോലിക്കാ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രപരമായ അഖണ്ഡതയും അതുല്യമായ സ്വത്വവും നിലനിർത്താനുള്ള സൂക്ഷ്മവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് പകരം നിശബ്ദമായ ധ്യാനവും ആദരവും തെരഞ്ഞെടുത്ത പാപ്പയുടെ നടപടി ആരാധനാലയത്തെയും ആളുകളുടെ വിശ്വാസത്തെയും അദ്ദേഹം മാനിക്കുന്നുവെന്ന് ഉറപ്പാക്കുമ്പോഴും അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ വ്യത്യാസം നിലനിൽക്കുന്നിടത്ത് ദൈവശാസ്ത്രപരമായി സാധൂകരിക്കാൻ കഴിയാത്ത ഒരു മതപരമായ ബാഹ്യപ്രവൃത്തി അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തത്. മതാന്തര സംഭാഷണ രംഗത്ത് പലരും ഇന്ന് മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടി അറിവില്ലാതെ ചെയ്യുന്ന മതപരമായ ആചാരങ്ങൾ കൂട്ടിക്കലർത്തുക എന്ന തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ലയോ പാപ്പ കാണിച്ച ജാഗ്രത സത്യവിശ്വാസത്തിന്റെ വിവേകമതിയായ കാവൽക്കാരനാണ് താനെന്ന് തെളിയിക്കുന്ന പ്രവൃത്തിയായിരുന്നു എന്ന വാക്കുകളോടെയാണ് സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ വിശദീകരണക്കുറിപ്പ് അവസാനിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.